നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെബിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് റെഗുലേഷൻ 2024 റൂൾ അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ക്യാപിറ്റൽ ഇൻഫ്രാ ട്രസ്റ്റ് എന്നുള്ളത്. ആ കമ്പനിയുടെ ആദ്യ പേര് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റ് എന്നായിരുന്നു. ഇതിൻ്റെ സ്പോൺസർ പറയുകയാണെങ്കിൽ ഗാവർ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ GCL എന്ന് പറയുന്ന കമ്പനിയാണ്. 2023 സെപ്റ്റംബറിലാണ് ക്യാപിറ്റൽ ഇൻഫ്രാ ട്രസ്റ്റ് ഈ സെബിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് നിയമപ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഒരു NCD ക്രിസിലിൻ്റെ AAA റേറ്റിംഗ് ഒക്കെ ഉള്ളതാണ്. അതായത് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ കമ്പനി ഇറക്കിയപ്പോൾ അതിന് AAA എന്നുള്ള ഉയർന്ന റേറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഇവരുടെ IPO ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് ജനുവരി 7 മുതൽ 9 വരെയാണ് നീണ്ടു നിൽക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് 1578 കോടി രൂപയാണ് ക്യാപിറ്റൽ ഇൻഫ്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് കളക്ട് ചെയ്യുന്നത്. അതിൽ 1077 കോടി രൂപയും ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെയാണ് ഇവർ സ്വരൂപിക്കുന്നത്. നമുക്കപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കിടക്കാം. ക്യാപിറ്റൽ ഇൻഫ്രാ ട്രസ്റ്റിൻ്റെ സ്പോൺസറായിട്ടുള്ള ഗാവർ കൺസ്ട്രക്ഷൻ വലിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 19ഓളം ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ വലിയ പ്രൊജക്റ്റുകൾ, അതായത് ഹൈവേകളുടെയും റോഡുകളുടെയും എല്ലാം നിർമ്മിതികൾ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതും പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെയും അതുപോലെ തന്നെ മറ്റ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസിൻ്റെയും എല്ലാം യോജിച്ച് അവരുമായിട്ട് കൈകോർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ പ്രൊജക്റ്റുകൾ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഇവരുടെ ക്ലയൻസ് അല്ലെങ്കിൽ ഇവർക്ക് ടൈപ്പ് ഉള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ, പിന്നെ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി MMRDA എന്നുള്ളത്, പിന്നെ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് CPWD, ഇവരെല്ലാമായിട്ട് സംയുക്തമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ പ്രൊജക്റ്റുകൾ ഇപ്പോൾ ഏറ്റെടുത്ത് ഗാവർ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2008 മുതൽ ഗാവർ കൺസ്ട്രക്ഷൻ ഇതിനകം 100ഓളം വലിയ റോഡുകളുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അവരൊരു 2024 കണക്ക് വെച്ചിട്ട് ഒരു 26 വലിയ പ്രൊജക്റ്റുകൾ ഇതുപോലെയുള്ളത് ഹൈബ്രിഡ് ആനുവിറ്റി മോഡലിലുള്ളത് റോഡ് കൺസ്ട്രക്ഷൻസ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായിട്ട് സംയുക്തമായിട്ട് ചേർന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ 11 എണ്ണത്തോളം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ബാക്കിയുള്ളത് ഇപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷനിലുമാണ്. ക്യാപിറ്റൽ ഇൻഫ്രാ ട്രസ്റ്റിൻ്റെ ഇനീഷ്യൽ പോർട്ട്ഫോളിയോ അസറ്റ് എന്ന് പറയുന്നത് അവർ നിർമ്മിച്ച് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 700ഓളം കിലോമീറ്റർ വരുന്ന റോഡുകളാണ്. അത് 7 സംസ്ഥാനങ്ങളിലായിട്ടാണ്. പ്രധാനമായിട്ട് ഹരിയാന, രാജസ്ഥാൻ, ബീഹാർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, കർണാടക തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ ഇതെല്ലാം തന്നെ SPVകളാണ് നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ്. ഓരോ പ്രൊജക്റ്റിനും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ സബ്സിഡിയറി കമ്പനികൾ രൂപീകരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ അവർ നടത്തിക്കൊണ്ടു പോകുന്നത്. കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ അപ്പോൾ സ്പോൺസർ തന്നെയാണ്, അതായത് ഗാവർ കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് എന്നുള്ളത്. ഇതിൻ്റെ ചെയർമാൻ യുദ്ധവീർ സിംഗ് മാലിക് എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ റവന്യൂ 2023 233.09 കോടി രൂപയായിരുന്നത് 2024 ആയപ്പോഴത്തേക്കും ഒരു കുറവാണ് കണ്ടിട്ടുള്ളത്. 548 കോടിയുടെ കുറവാണ്. അതായത് 1485.09 കോടിയാണ് 2024 റവന്യൂ. അതുപോലെ നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിലും 497.19 കോടി രൂപയാണ് 2023 കമ്പനിയുടെ അറ്റാദായമെങ്കിൽ അത് 2024 ആയപ്പോഴത്തേക്കും 125.77 കോടി രൂപ, അതായത് 371.42 കോടി രൂപയുടെ ഇടിവാണ് അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിൻ്റെ ലീഡ് മാനേജേഴ്സിനെ നോക്കുകയാണെങ്കിൽ SBI ക്യാപിറ്റലും പിന്നെ HDFC ബാങ്കുമാണ്. രജിസ്ട്രാർ KFin ടെക്നോളജീസ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനി ഈ തുക കളക്ട് ചെയ്യുന്നത്? 1077 കോടി രൂപയാണ് ഇവർ ഫ്രഷ് ഓഹരിയുടെ വിൽപ്പനയിലൂടെ സമാഹരിക്കുന്നത്. അതാണ് കമ്പനിയിലേക്ക് വരുന്നത്. വെറും 501 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിൽ ഉണ്ട്. അത് പ്രൊമോട്ടേഴ്സിൻ്റെ പോക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ തുക എന്തിനു വേണ്ടിയിട്ടാണ് 1077 എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അത് പ്രധാനമായിട്ടും
SPVകളുടെ അല്ലെങ്കിൽ ഓരോ പ്രൊജക്റ്റും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നറിയപ്പെടുന്ന ചെറിയ ചെറിയ സബ്സിഡിയറികൾ രൂപീകരിച്ചിട്ടുണ്ട്. അവയുടെ പേയ്മെൻറ്റുകൾ കൊടുത്തു തീർക്കാനും അവരുടെ കടബാധ്യതകൾ തീർക്കാനും അവർ സ്പോൺസറിൽ നിന്നെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഗാവറിൽ നിന്നെടുത്തിട്ടുള്ള ലോണുകൾ തിരിച്ചടയ്ക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോയെ ലൈക്ക് ചെയ്യാനും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. നമുക്കപ്പോൾ ക്യാപിറ്റൽ ഇൻഫ്രാ ട്രസ്റ്റിൻ്റെ IPO ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ IPO ഓപ്പൺ ആയിരിക്കുന്നത് ജനുവരി 7 മുതൽ 9 വരെയാണ്. 99 രൂപ മുതൽ 100 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ 1077 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഓഹരികളും 501 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോഴ്സുകളിൽ കൂടി ചേർന്ന് 1578 കോടി രൂപയ്ക്കുള്ളതാണ് ഇതിൻ്റെ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ. 150 ഓഹരികളാണ് മിനിമം അപ്ലൈ ചെയ്യേണ്ടത് റീറ്റെയിലേഴ്സ്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിനും 14 ലോട്ട് വരെ HNIസിനും അപ്ലൈ ചെയ്യാം. ഇത് 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് കൊടുക്കുന്നത്. ബാക്കി 25% ഉള്ളൂ റീറ്റെയിലേഴ്സിനും ഈ HNI കാറ്റഗറിയിൽ പെടുന്നവർക്കും കൂടി. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ട്. 10 ആയിരിക്കും അലോട്ട്മെൻറ്റ് വരിക. അതുപോലെ തന്നെ ഇതിൻ്റെ ലിസ്റ്റിംഗ് 14 ആയിരിക്കും. 10 രൂപയാണ് ഫേസ് വാല്യൂ. ഇനി ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഓഹരികളുടെ അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകളുടെ എല്ലാം റിസ്കുകളും അതിൻ്റെ അഡ്വാൻറ്റേജസും എല്ലാം അറിയാവുന്ന ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് അപ്ലൈ ചെയ്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ് ഇൻഫ്രാ ട്രസ്റ്റ് ഒന്ന്, പിന്നെ IRB ഇൻഫ്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുമാണ് ഇതിൻ്റെ പിയർ കമ്പനികളായിട്ടുള്ളത്. രണ്ടും മാർക്കറ്റിൽ അത്ര വലിയ പ്രകടനമൊന്നുമല്ല ഇപ്പോൾ സെക്കൻഡറി മാർക്കറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രാർ KFin ടെക്നോളജീസുമാണ്. അപ്പോൾ നിങ്ങളോട് പ്രത്യേകിച്ച് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാവൂ. ബാക്കിയുള്ളവർ തൽക്കാലം വിട്ടു നിൽക്കുന്നതാണ് നല്ലതെന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം.